കിലോ മുന്തിരിയാണ് വാങ്ങിയത്. അത് വേസ്റ്റ് എല്ലാം പോയിട്ട് 4 കിലോ മുന്തിരി ഉണ്ട്. 40 ദിവസം വെച്ചിട്ട് 41 അന്നാണ് ഇത് എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രിസ്മസ് വരികയാണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്കൊരു വൈൻ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ്. ഇനി അതൊന്ന് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഈ മുന്തിരി, ഇത് നമ്മുടെ നാച്ചുറൽ മുന്തിരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ വെച്ചിരുന്നു. ഇട്ട് വെച്ചു. അതിനുശേഷം നല്ല വെള്ളത്തിൽ വൃത്തിയായിട്ട് കുറേ പ്രാവശ്യം കഴുകിയെടുത്ത് ആ മുന്തിരിയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന നമുക്ക് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കീടബാധയൊക്കെ അല്ല, എന്താ പറയുന്നത്, കീടനാശിനി വിഷാംശമൊക്കെ അടിക്കുന്നത്. അപ്പോൾ അത് പരമാവധി പോകാൻ വേണ്ടി നമ്മൾ എടുത്തു. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമില്ലാതെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇത് ലിയോയിലേക്ക് ഞങ്ങൾ ഇനി പുറത്താക്കിയിരിക്കുക. ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. ബാക്കി എന്തുകൊണ്ട് വന്നാലും അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതാണ്. ഇത് അവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അവൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ലെയ്ക്ക വെളിയിൽ നിൽക്കുകയാണ്, ദേഷിച്ചിരിക്കുക. അപ്പോൾ അവൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം ഞങ്ങൾ ഇതിൻ്റെ ആ മൂഡിൽ നിൽക്കുന്ന സമയത്ത് അവൾ പുറത്ത് എന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഇവൻ അത് കേട്ടിട്ട് കൂടെ അങ്ങ് ഓടി ഞങ്ങളെല്ലാം കൂടെ ഇതിൻ്റെ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞ് അവളുടെ പിന്നാലെ പോകും. അത് അവളുടെ ഒരു ഐഡിയ. അപ്പം നമ്മൾ 5 കിലോ മുന്തിരിയാണ് വാങ്ങിയത്. അത് വേസ്റ്റ് എല്ലാം പോയിട്ട് 4 കിലോ മുന്തിരി ഉണ്ട്. അത് വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് 4 കിലോ മുന്തിരിക്ക് നമുക്കൊരു 2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു എടുത്തു, ഏലക്ക എടുത്തു, കറുകപ്പട്ട എടുത്തു, ഈസ്റ്റ് എടുത്തു. അപ്പം നമ്മൾ നേരത്തെ പല പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അല്ലേ. ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഈ ഗ്രാമ്പു അല്പം കൂടി പോയിട്ട് വേണ്ട, അത്രയും ഗ്രാമ്പു വേണ്ട, ഞാൻ അത്രയും എടുത്തോന്നേ ഉള്ളു. ഗ്രാമ്പു കൂടി പോയിട്ട് ഗ്രാമ്പുവിൻ്റെ ഒരു കുത്തലുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അല്ലേ. ശരി, തുടങ്ങാം. അപ്പോൾ ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനകത്ത് വെള്ളം ചേർക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യാതെ ഡ്രൈ ആയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുക. 40 ദിവസം വെച്ചിട്ട് 41 അന്നാണ് ഇത് എടുക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അതെ, ഇട്ടോ. ഒരു ലെയർ മുന്തിരി ഇടുന്നു. അതൊന്ന് നിരത്തിയിട്ട് ഈ ലെവലിൽ ഒരു ലെയർ ഇട്ടു. ഇനി അത് മൂടത്തക്ക വിധത്തിൽ പഞ്ചസാര ഇടുന്നു. പിന്നെ മുന്തിരി അതിന് കവർ ചെയ്ത് നമ്മൾ ഈ പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ഏലക്കായ, കുറച്ച് ഗ്രാമ്പു കുറച്ച് മതി, അല്ലെങ്കിൽ ഈ ഗ്രാമ്പുവിൻ്റെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. കുറച്ചിട്ടാൽ മതി. ഇനി കുറച്ച് പട്ട, ഒരല്പം ഈസ്റ്റ്, ഒരുപാട് ഇട്ടൂടെ, വളരെ കുറച്ച് മാത്രം. ഓക്കെ. ഇനി അടുത്ത ലെയർ നമുക്കൊരു 3 ലെയർ ഇടണം. മതി. അടുത്തത് ഏലക്ക. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം അത് ഇതിവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് പോകും. നമ്മളെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും പ്രധാനമായിട്ടും ലേക്കയുടെ ഒരു പ്രധാന ജോലിയാണത്.
ഇതിൽ നമുക്ക് ഇതിൻ്റെ അടിയിലങ്ങ് ഇതിടാം, ഈ ഇലക്കായി ഇടാം. ശരിക്കും എയർ ടൈറ്റ് ചെയ്താൽ കെട്ടുക. വൈൻ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം മുറുക്കി കെട്ടി നമ്മുടെ ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയാണ്. ഇനി കറക്റ്റ് 40-ാം ദിവസമാണ് ഇത് എടുക്കുന്നത്. ക്രിസ്മസിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും ഇവിടുത്തെ ക്രിസ്മസ് ഇത് എടുക്കുന്ന ദിവസമായിരിക്കും മിക്കവാറും, അല്ലേ? ഇനി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അങ്ങനെ മഹത്തായ 40 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഇന്ന് 41-ാം ദിവസം നമ്മുടെ വൈൻ തുറക്കുകയാണ്. വൈൻ ആയോ നോക്കണ്ടേ? ഒരു മണം വരുന്നുണ്ട് വൈൻ്റെ, അല്ലേ? സൂപ്പർ മണം വരുന്നുണ്ട്, എല്ലാത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. മൊത്തം തോട് മാത്രമാണ്. വലുതായിട്ടൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്കിത് ഭരണികളിലേക്ക് മാറ്റാം. ഇത് കണ്ട മുന്തിരിങ്ങ പോലെ ഇരിക്കുമെങ്കിൽ നമ്മൾ ഞെക്കി അതിനകത്തൊന്നുമില്ല. കണ്ടോ? നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇത് ഇരിക്കണം, അല്ലേ? പിന്നെ എങ്ങനെ ഇത് നെല്ലിൽ കുഴിച്ചിട്ട് വയ്ക്കുക, അല്ലേ? പിന്നെ എത്ര കാലം ഇരിക്കുന്നു അത്രത്തോളം അതിന്റെ വൈനിന്റെ വീര്യം കൂടുമെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഇത് ഒരു കാരണവശാലും ഇവർക്ക് കൊടുക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. അപ്പൊ അതിന് പകരം ഞാൻ നമ്മൾ കുടിക്കുന്ന ഏതൊരു കാര്യം എടുത്താലും അവർക്ക് അല്പം കൊടുക്കും. രണ്ടുപേരും വന്നിട്ടില്ല. അവൻ അനങ്ങാ കിടക്കുക, അവന് കഴിച്ചുകൂടാത്തയാണെന്ന് അവനറിയാം. അപ്പൊ അവന് പകരം ഞാൻ കുറച്ച് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. വാ മക്കളെ വരെ. ആദ്യം മക്കളാ ടേസ്റ്റ് ചെയ്യുന്നേ. അയ്യോ നിനക്കും തരാം. ഇതാ ഞങ്ങളെ കുടിക്കുന്നേ ഇതാ കേട്ടാ. ഓക്കെ ഇനി ഞങ്ങൾ ഇച്ചിരി കുടിച്ചു നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇതല്പം ടേസ്റ്റ് നോക്കാം. എന്തേ അമ്മയ്ക്ക് കൊടുക്കാം, അല്ലേ? ആദ്യമായിട്ട് കുടിച്ചു നോക്ക് ഉണ്ടല്ലോ. ചിയേഴ്സ് പറയണം. മധുരമുണ്ട്. കുത്തലില്ല ഇപ്പൊ എന്തായാലും. മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയപ്പോ ഗ്രാമ്പു അല്പം കൂടിപ്പോയി, അതിന്റെ ഒരു കുത്തൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ കുത്തല് ഒഴിവായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രിസ്മസിന് വരുന്നവർക്കൊക്കെ തിരിച്ച് വൈൻ കൊടുക്കാം, അല്ലേ? ഞങ്ങളുടെ ടേസ്റ്റ് ഒക്കെ നോക്കി സൂപ്പർ ആയിട്ടുണ്ട്. ഇത്രയും കിട്ടി. 4 കിലോ മുന്തിരിയാണ് ഉപയോഗിച്ചത്. ഇത്രയും നമുക്ക് കിട്ടി. 2 കിലോ 3 കിലോ വൈൻ കിട്ടി നമുക്ക്. അപ്പൊ ഇനി പിന്നെ ഓക്കെ, ഞങ്ങളുടെ ടേസ്റ്റ് ഒക്കെ നോക്കി. ഇനി ക്യാമറമാന്മാരൊക്കെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. തീരുന്നതിനുള്ളിൽ വന്നാൽ കിട്ടും. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞങ്ങൾ വൈനിട്ട രീതി വെള്ളം ചേർക്കാത്ത ഒരു പ്രത്യേക രീതിയിലാണ്. അതെന്ന് പറഞ്ഞാൽ ലെയറായിട്ട് പിന്നെ മുന്തിരിങ്ങ ഇട്ടു, പഞ്ചസാര ഇട്ടു, ഈ മസാല ഇട്ടു, അങ്ങനെ ഉണ്ടാക്കിയ വൈനാണ്. നോക്കുക.
നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക.